അനേവർക്കും ദീപാവലി ആശംസകൾ. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ദീപാവലിക്ക് എനിക്ക് കുറേ സ്വീറ്റ്സ് കിട്ടി. ഏട്ടൻ വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂരായതുകൊണ്ട് എല്ലാ വർഷവും ദീപാവലിക്ക് വരുമ്പോൾ കുറേ സ്വീറ്റ്സ് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഈ വർഷവും പതിവുകളൊന്നും തെറ്റിച്ചിട്ടില്ല. ഇപ്രാവശ്യം പെട്ടിയും ബാഗും എടുത്ത് ഞങ്ങൾ നേരെ ദീപാവലിക്ക് നാട്ടിലേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം വിദ്യാരംഭത്തിൻ്റെ അവധിക്ക് നാട്ടിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ഇപ്രാവശ്യം നേരെ നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. 2 വർഷത്തിലും കൂടുതലായി കേട്ടോ ഞാൻ ഈ മെറ്റീരിയൽ വാങ്ങിച്ചു വെച്ചിട്ട്. പക്ഷേ ഇപ്പോഴാണ് അത് സ്റ്റിച്ച് ചെയ്ത് പുറം ലോകം കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പ് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടോന്ന്. അങ്ങനെ ആറന്മുളയ്ക്ക് വരുന്ന വഴിയിൽ സ്ഥിരമായിട്ട് ഞങ്ങൾ ഫിഷ് വാങ്ങിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കയറി മീനും വാങ്ങി, പിന്നെ കുറച്ച് പാലും തൈരും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഉച്ചയാവാറായി കേട്ടോ. ലക്കിപ്പൂച്ചയെ നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ വന്നപ്പം അവൻ്റെ സുഖനിദ്ര ഞങ്ങൾ ബ്രേക്ക് ചെയ്തു കേട്ടോ. അവൻ മാങ്കുസ്റ്റോയുടെ ഇടയിൽ നല്ലതായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ദീപാവലിയുടെ പ്രോഗ്രാം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നിടം വരെ ബൈ.